പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെണ്ണൊരുമ്പെട്ടാൽ കേട്ടിട്ടില്ലേ? ഒരു പഴയ ഒരു ചൊല്ലാണ് പെണ്ണൊരുമ്പെട്ടാൽ. അങ്ങനെ ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, ഒരു അരുണിമ. അങ്ങോരുടെ കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപാരം മനക്കെട്ടി ചങ്കുറപ്പ്, ആൺകുട്ടികൾക്കില്ലാത്ത ഒരു ധൈര്യം. എവിടെ പോകണം, എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ നാട്ടിൽ പോലും സേഫ് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ എവിടെ വേണേലും പോകും, ആരുടെ കൂടെ വേണേലും പോകും, ഏത് പാതിരാത്രിയിൽ വേണേലും. കുറച്ച് നാൾ മുമ്പ് അമേരിക്കയിൽ ഒരു ജോർജേട്ടനായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം പുള്ളിക്കാരത്തി എന്താ ചെയ്യുന്നറിയോ? മെക്സിക്കോയിൽ. ഇപ്പോൾ അവിടെ വളരെ തണുപ്പുള്ളൊരു സമയമാണ് ഇപ്പോഴേ മെക്സിക്കോയിൽ. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ ടിക്കറ്റൊക്കെ എടുത്ത് ബസ്സിൽ കയറിയിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ ആ നാട്ടുകാരായിട്ടുള്ള ആളുകളോട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞു, സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു, ഈ സമയത്ത് അങ്ങോട്ട് പോകണ്ട, അവിടെ എത്തുമ്പോഴത്തേക്ക് ഇരുട്ടാവും, ഹോട്ടലുകളും സൗകര്യങ്ങളും ഒന്നുമില്ല. എന്നാൽ പിന്നെ ഒന്ന് പോകുക തന്നെ. രാമു, നമ്മുടെ മോള് അരുണിമ പോയി. അവിടെ എത്തി ഒരു വിജനമായ ഏരിയയിൽ ബസ് ലാസ്റ്റ് സ്റ്റോപ്പ് ഇറങ്ങി നോക്കുമ്പോൾ ഒരാളും ഒരു അർത്ഥവുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ, എവിടെ ചെന്നാലും ചേട്ടന്മാരുണ്ടാവുമല്ലോ, എത്തി വണ്ടിയായിട്ട്. അപ്പോൾ ആളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ, എൻ്റെ വീട്ടിലേക്ക് പോന്നോളൂ, അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. ആ ചേട്ടൻ്റെ കൂടെ കയറി വണ്ടിയിൽ പോയി. പോകെ അങ്ങോട്ട് ചെല്ലും തോറും രണ്ട് സൈഡുകളും നിറയെ വലിയ വലിയ കാടുകൾ, കൃഷിയിടങ്ങളാവാം, വിജനമായ സ്ഥലം, മനുഷ്യവാസമേ ഇല്ല. എന്നാലും നമ്മുടെ മോളെ അരുണിമ പോവന്നെ. ഒരു മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത് ഒരു വീട്, കാടിൻ്റെ നടുക്ക്. ഇറങ്ങി ചേട്ടൻ്റെ കൂടെ പോയി, വീട്ടിൽ ചെന്നു, വീടും കാര്യങ്ങളൊക്കെ കണ്ടു. ബാത്റൂം കൊണ്ട കാണിച്ചിട്ട് പറയാണ്, ഇതങ്ങനെ ആരും യൂസ് ചെയ്യുന്നൊരു സ്ഥലമല്ല എന്ന് തോന്നുന്നു, ഒരു വീടാണത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഭാര്യ ഇവിടെ ഇല്ല, ഇപ്പോൾ അവൾ അറിയണ്ട, ഭാര്യ അറിയണ്ട. അങ്ങനെ പക്ഷെ നമ്മുടെ അരുണിമയ്ക്ക് ഭയങ്കര പേടിയൊക്കെ വരാൻ തുടങ്ങി. 3 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ആള് അപ്പുറത്ത് വേറൊരു ബെഡ്റൂമിലാണ്, ഞാൻ ഇവിടെയാണ്, ഈ ബെഡ്റൂമിലാണ്, മരത്തിൻ്റെ ചുമരുകളാണ്. വർണ്ണിക്കുകയാണ്, നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം ആളുടെ വീഡിയോ അവസാനിച്ചു. ഇനി ബാക്കി വരുന്നത് നാളെ നേരം എടുത്തിട്ടാവും. നല്ല ചേട്ടനായിരുന്നു, ഞാൻ നല്ലതുപോലെ ഉറങ്ങിപ്പോയി. എന്താണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടി നാടും വീടും വിട്ട് പുറത്ത്, നമ്മുടെ ഇവിടെയുള്ള ചേട്ടന്മാരെ പോലും, ആൺവർഗമല്ലേ, ഇവിടെയുള്ള ചേട്ടന്മാരെ പോലും വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഒരു മാസം മുന്നും 2 പെൺകുട്ടികളെ അമ്മയും പീഡിപ്പിക്കുന്ന ഒരു അച്ഛനെ കുറിച്ച് നമ്മൾ കേട്ടു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ പുള്ളിക്കാരി അവിടെ ചെന്നാലും അവിടെയൊക്കെ നല്ല സ്നേഹമുള്ള മനുഷ്യർ. അങ്ങനെ ഒരു സംഭവം ഇപ്പം നടന്നിട്ടുണ്ട്. ഇതിങ്ങനെയൊക്കെ ചെന്ന് പെട്ടാൽ അവസാനം ചിലപ്പോൾ ജീവനോടെ പോരുമെന്നുണ്ടോ? എല്ലാവരും നോർമൽ മൈൻഡുള്ളവരായിരിക്കില്ല. പോരെ മോളെ വാ, ഞാനിവിടെ താമസിക്കാനായിട്ട് സൗകര്യം ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നവൻ ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആണെങ്കിലോ, ഒരു മയക്കുമരുന്നിന് അടിമയാണെങ്കിലോ, ഈ പെൺകുട്ടിയെ അയാൾ എന്തെല്ലാം രീതിയിൽ ദുരുപയോഗം ചെയ്യില്ല എന്ന് ആര് കണ്ടു? എന്ത് ധൈര്യത്തിലാണ് ഒരു പെണ്ണൊരുത്തി ഈ പണികളെല്ലാം ചെയ്യുന്നത്? അതിൻ്റെ മാതാപിതാക്കൾ എങ്ങനെയാണ് കേരളത്തിലിരിക്കുന്നത്?
ഈ മോള് കൊടുക്കുന്ന പണം കൊണ്ടല്ലേ അവർ ജീവിക്കുന്നത്. ഈ 1-2 മാസം മുന്നേ കണ്ട് അവർ മൂന്നാർ ഒരു യാത്ര പോയത് കണ്ടു. ഈ മോള് നാട്ടിലെത്തിയിട്ട് അപ്പനെയും അമ്മേനെയും കൂട്ടിയിട്ട് മൂന്നാറിലൊരു യാത്ര പോകുന്നു. എങ്ങനെയാണ് ഈ മോളുടെ ചെലവിൽ കഴിയാൻ പറ്റുക? സകല കലാവല്ലഭ. ഓ, ഞാൻ അന്തം വിട്ടു ഇങ്ങനെയൊരു വാർത്ത ന്യൂസ് കണ്ടിട്ട്. എന്തായാലും മിടുക്കിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. മിടുക്കി. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.